എല്ലാവർക്കും മന്ത്രകോടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അറബിക്കടലിലെ അത്ഭുത ശിവക്ഷേത്രം. നമുക്ക് ഗുജറാത്തിലെ ഈ ക്ഷേത്രത്തിലേക്ക് പോകാം. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത് കുന്നിലും മലയിലും കടൽ തീരത്തും മറ്റുമാണ്. എന്നാൽ പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആചാരങ്ങളും വിശ്വാസങ്ങളും അല്ല ഈ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഇവിടുത്തെ പ്രാധാന്യം. അറബിക്കടലിന് ഉള്ളിലാണ് ഈ ക്ഷേത്രം. ഇത് ലോക മഹാത്ഭുതങ്ങളിൽ കണക്കാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം ശിവലിംഗത്തിൽ അറബിക്കടൽ തന്നെ അഭിഷേകം നടത്തുന്ന അത്ഭുത കാഴ്ച. ശാസ്ത്രത്തിനും എഞ്ചിനീയർമാർക്കും വിശദീകരിക്കാൻ കഴിയാത്ത ക്ഷേത്രമാണ് നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം. സാധാരണ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠയുടെയും പ്രസാദങ്ങളുടെയും കാര്യത്തിൽ വിശ്വാസികളെ ആകർഷിക്കുന്നു. എന്നാൽ ഇവിടെ മറ്റുള്ള കാര്യങ്ങളാണ് വിശ്വാസികളെ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രം ഗുജറാത്തിൽ ഭാവ്നഗറിൽ അറബിക്കടലിൽ 1 കിലോമീറ്ററോളം ഇറങ്ങിയാണ് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടൽ അഭിഷേകം നടത്തുന്ന ക്ഷേത്രം 2 കിലോമീറ്റർ ദൂരം നടന്നു വേണം അറബിക്കടലിനുള്ളിലെ ഈ ക്ഷേത്രത്തിൽ എത്താൻ. കടൽ വഴിമാറിക്കൊടുത്തു അതുവഴി നടന്നാണ് വിശ്വാസികൾ ഇവിടെ എത്തുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കടൽ വെള്ളം വേലിയിറക്കം മൂലം താഴുവാൻ തുടങ്ങുകയും ഈ വഴി വിശ്വാസികൾക്ക് രാത്രി 10 മണി വരെ കടലിലെ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ കഴിയുകയും ചെയ്യുന്നു. കടലിലെ വെള്ളം താഴാത്ത സമയത്ത് അവിടെ അങ്ങനെ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നു എന്നതിന് തെളിവായി പാറിപ്പറക്കുന്ന ഒരു കൊടി മാത്രം പ്രത്യക്ഷത്തിൽ കാണാം. അതും കൂടി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് തോന്നുകയില്ല. ചരിത്രമനുസരിച്ച് പാണ്ഡവന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സ്വയംഭൂവായ 5 ശിവലിംഗങ്ങളാണ് ഇവിടെയുള്ളത്. മഹാഭാരത യുദ്ധം ജയിച്ചെങ്കിലും എല്ലാ ബന്ധുജനങ്ങളെയും നഷ്ടമായ പാണ്ഡവർ മനസമാധാനം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. തങ്ങളുടെ അടുത്ത സ്വന്തക്കാരെ യുദ്ധത്തിൽ കൊല്ലേണ്ടി വന്നതിൽ ഏറെ വേദനിച്ചു. തങ്ങളുടെ പാപത്തിന് മോചനം ലഭിക്കാൻ അവർ ശ്രീകൃഷ്ണനോട് ഉപദേശം ചോദിച്ചു. ഇവരുടെ സങ്കടം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അവർക്ക് ഒരു കറുത്ത കൊടിയും കറുത്ത പശുവിനെയും നൽകി. ഇവ രണ്ടും വെളുത്ത നിറം ആകുന്നത് വരെ പിന്തുടരുവാൻ ആവശ്യപ്പെട്ടു. അവയുടെ നിറം മാറുമ്പോൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും ആ സ്ഥലത്ത് ശിവന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അവിടെ മഹാദേവനെ ആരാധിക്കണമെന്നും അവരെ ഉപദേശിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്രയിൽ അവർ പല പുണ്യസ്ഥലത്തും തീർത്ഥാടന കേന്ദ്രങ്ങളും കടന്നു പോയെങ്കിലും നിറം മാറിയില്ല. അവസാനം ഇവിടെ എത്തിയപ്പോൾ പശുവിന്റെയും കൊടിയുടെയും നിറം മാറി. ശിവലിംഗം സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തി എന്നാണ് വിശ്വാസം. പാണ്ഡവർക്ക് പാപമോചനം നൽകിയ മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് ശിവനെ നിഷ്കളങ്ക മഹാദേവനായി ഇവിടെ ആരാധിക്കുന്നു. മോക്ഷത്തിനായി ചിതാഭസ്മം ഒഴുക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ധാരാളം പേർ ഇവിടെ വരുന്നു. വർഷത്തിൽ ഒരു ദിവസം ക്ഷേത്രത്തിലെ കൊടി മാറ്റിക്കെട്ടാറുണ്ട്. ഭാവ്നഗർ രാജവംശത്തിന്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങ് നടത്തപ്പെടുന്നു. 1 വർഷത്തേക്ക് മാറ്റിക്കെട്ടുന്ന ഈ കൊടി കൊടുങ്കാറ്റിനെയും തിരമാലകളെയും അതിജീവിച്ച് ഒന്നും സംഭവിക്കാതെ നിലനിൽക്കുന്നു. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാൻ പറ്റുമെങ്കിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് പൗർണമി ദിനമാണ് ഏറെ അനുകൂല സമയം. ഗുജറാത്തിലെ ഭാവ്നഗറിലെ കൊയ്ലി ബീച്ചിലാണ് നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാവ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 28 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം.